അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 25 ശനിയാഴ്ച. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പ് ഇന്ന് 6 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമടക്കം മൊത്തം 58 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പാണ് ഇന്ന് നടക്കുക. ദില്ലിയിലെ 7ഉം ഹരിയാനയിലെ 10ഉം സീറ്റുകൾക്ക് പുറമെ ഉത്തർപ്രദേശിലെ 14ഉം ബീഹാറിലെ 8ഉം ഒഡീഷയിലെ 6ഉം പശ്ചിമ ബംഗാളിലെ 8ഉം ജാർഖണ്ഡിലെ 4ഉം ജമ്മു കാശ്മീരിലെ 1 സീറ്റിലേക്കുമാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുക. ഇന്നത്തെ 58 മണ്ഡലങ്ങളിൽ കൂടി തെരഞ്ഞെടുപ്പ് നടക്കുന്നതോടെ 486 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് കഴിയും. 7ാം ഘട്ടത്തിൽ 57 മണ്ഡലങ്ങളാണ് ഉള്ളത്. പാകിസ്ഥാന്റെ കയ്യിൽ ആറ്റം ബോംബുണ്ടെന്നും ബഹുമാനിച്ചില്ലെങ്കിൽ അവർ ആറ്റം ബോംബ് പ്രയോഗിക്കുമെന്നുമുള്ള കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യരുടെ പ്രസ്താവന കേട്ട് തലകുനിഞ്ഞുപോയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലാഹോറിൽ സന്ദർശനം നടത്തിയ തനിക്ക് പാകിസ്ഥാന് എത്ര ശക്തിയുണ്ടെന്നറിയാമെന്നും ഇന്ത്യയുടെ പതാക ചന്ദ്രനിലുള്ളപ്പോൾ പാകിസ്ഥാന് പതാകയിലാണ് ചന്ദ്രനെന്നും മോദി പരിഹസിച്ചു. രാജ്യത്തെ ഓരോ ബൂത്തിലും രേഖപ്പെടുത്തുന്ന വോട്ടുകളുടെ വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട ഹർജിയിൽ തൽക്കാലം സുപ്രീം കോടതി ഇടപെടില്ല. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ ഹർജിയിൽ ഇടപെടാനാവില്ലെന്ന് സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഫോം 17C പ്രസിദ്ധീകരിച്ചാൽ കണക്കുകളിൽ കള്ളത്തരം സൃഷ്ടിക്കാനാകുമെന്നായിരുന്നു കമ്മീഷന്റെ വാദം. കേരളത്തിന് ഈ വർഷം ഡിസംബർ വരെ 21,253 കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രത്തിന്റെ അന്തിമാനുമതി ലഭിച്ചു. നേരത്തെ താൽക്കാലികമായി അനുവദിച്ച 3,000 കോടി ഉൾപ്പെടെയാണിത്. അത് നേരത്തെ എടുത്തു കഴിഞ്ഞതിനാൽ ഇനി ഡിസംബർ വരെ എടുക്കാവുന്നത് 18,283 കോടി രൂപയാണ്. കേരളം പ്രതീക്ഷിച്ചതിനേക്കാളും 5,000 കോടി രൂപയുടെ കുറവാണ് അനുവദിച്ചതെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ പറഞ്ഞു. വിശദമായ കണക്ക് ലഭിച്ച ശേഷം പരിധി പുനഃപരിശോധിക്കാൻ കേരളം ആവശ്യപ്പെടും. ബാർക്കോഴ വിവാദം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ഇത് സംബന്ധിച്ച് മന്ത്രി MP രാജേഷ് DGPക്കാണ് പരാതി നൽകിയത്. ഈ പരാതിയാണ് ക്രൈംബ്രാഞ്ച് ADGPക്ക് കൈമാറിയത്. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും പണപ്പിരിവ് ആരോപണത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നുമാണ് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന് നൽകിയ കത്തിൽ സംസ്ഥാന എക്സൈസ് മന്ത്രി MP രാജേഷ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മദ്യനയത്തിൽ സർക്കാരോ പാർട്ടിയോ ചർച്ച തുടങ്ങിയിട്ടില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ബാർ ഉടമകളിൽ നിന്ന് പണപ്പിരിവ് നടത്തുന്നുവെന്ന് വ്യാജ പ്രചാരണം നടത്തുകയാണ്. പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പിന് ശേഷവും ഇത്തരം പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ആരുടെയെങ്കിലും പണം വാങ്ങി നയരൂപീകരണം നടത്തുന്ന പാർട്ടിയല്ല CPM എന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. മദ്യനയത്തിൽ ഇളവ് വരുത്താൻ ബാർ ഉടമകളിൽ നിന്ന് കോടികൾ വാങ്ങിയ ഇടപാട് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ MP. എക്സൈസ് മന്ത്രിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാവില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ഒന്നും നടക്കില്ല. അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താൻ പിരിച്ചെടുത്ത പണം CPMന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കാണ് പോയിട്ടുള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ബാർ ഉടമയുടെ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ. കോടികൾ പിരിച്ചിട്ടുണ്ടെന്നാണ് ബാർ ഉടമയുടെ ശബ്ദത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ പണം എവിടെ പോയെന്ന് വ്യക്തമാക്കണം. പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും എക്സൈസ് മന്ത്രി MP രാജേഷ് രാജിവെക്കണമെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇനി വിട്ടുവീഴ്ചയില്ലെന്ന് മന്ത്രി ഗണേഷ് കുമാർ. സമരക്കാരുമായി ചർച്ച നടത്തിയ ശേഷമാണ് നിലവിലെ തീരുമാനത്തിൽ എത്തിയത്. ടെസ്റ്റിന് ഇൻസ്ട്രക്ടർമാർ നിർബന്ധമാണ്. KSRTCയുടെ ആദ്യ ഡ്രൈവിംഗ് സ്കൂൾ തിരുവനന്തപുരത്ത് തുടങ്ങുമെന്നും മന്ത്രി വ്യക്തമാക്കി. പെരിയാർ നദിയിലെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകി ഏലൂർ നഗരസഭ. നദിയിലേക്ക് രാസമാലിന്യം ഒഴുക്കിയ കമ്പനികളെ കണ്ടെത്തി നടപടിയെടുക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം. നഗരസഭ സെക്രട്ടറിയാണ് പരാതി നൽകിയിരിക്കുന്നത്. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. Celebrating 100 years of പുളിമൂട്ടിൽ സിൽക്സ്.
സച്ചിൻ ദേവ് MLA നൽകിയ ജാതി അധിക്ഷേപ പരാതിയിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തെങ്കിലും അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. കേസിൽ അന്വേഷണം തുടരാമെന്നും ജസ്റ്റിസ് CS ഡയസ് അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു. KSRTC ബസ് ഡ്രൈവർ യദുവും മേയർ ആര്യ രാജേന്ദ്രനും തമ്മിലുണ്ടായ തർക്കവുമായി ബന്ധപ്പെട്ട് ജയശങ്കർ യൂട്യൂബിലിട്ട വീഡിയോക്കെതിരെയായിരുന്നു സച്ചിൻ ദേവിന്റെ പരാതി. സമസ്തയുടെ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകി സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി. പരസ്യ പ്രതികരണത്തിൽ വിശദീകരണം വരുന്ന മുഷാവറ യോഗത്തിൽ നൽകാമെന്ന് കത്തിലൂടെ അറിയിച്ചു. സമസ്ത നേതൃത്വത്തിനും സുപ്രഭാതത്തിനും എതിരെ പരസ്യ വിമർശനം നടത്തിയതിനാണ് നദ്വിയോട് സമസ്ത വിശദീകരണം തേടിയത്. ഇതിനുള്ള മറുപടിയാണ് സമസ്ത കാര്യാലയത്തിൽ രേഖാമൂലം എത്തിച്ച് നൽകിയത്. രാജ്യാന്തര അവയവ കടത്ത് കേസിൽ എടത്തല സ്വദേശി സജിത് ശ്യാമിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 2 നേരത്തെ സാബിത് നാസർ അറസ്റ്റിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് സജിത് ശ്യാമിനെ പിടികൂടിയത്. ഗവേഷണ തൊഴിൽ സാധ്യതകൾക്ക് പ്രാധാന്യം നൽകിയാണ് 4 വർഷ ബിരുദ കോഴ്സുകൾ നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. മാധ്യമ പ്രവർത്തകർക്കായി സംഘടിപ്പിച്ച 4 വർഷ ബിരുദ കോഴ്സുകളെക്കുറിച്ചുള്ള ഏകദിന ശില്പശാല തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെ ജില്ലാ കളക്ടർ മാത്രം വിചാരിച്ചാൽ കൊച്ചിയിലെ വെള്ളക്കെട്ട് മാറില്ലെന്ന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. വരുന്ന വെള്ളം മുഴുവൻ മലിനമാണെന്നും പ്രശ്നപരിഹാരത്തിന് കൂട്ടായ പ്രവർത്തനം വേണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വെള്ളക്കെട്ടിന് കാരണമായ ഹോട്ട്സ്പോട്ടുകളായ ഖാനകൾ ശുചീകരിച്ചെന്ന് ഉറപ്പുവരുത്താൻ ജില്ലാ കളക്ടർ ഉൾപ്പെട്ട വിദഗ്ധ സമിതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും അറിയിപ്പുണ്ട്. തെക്കൻ കേരളത്തിന് മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ടെന്നും ബംഗാൾ ഉൾക്കടലിൽ അടുത്ത മണിക്കൂറുകളിൽ റിമാൽ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടേക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന് പിറന്നാളാശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻജിക്ക് ജന്മദിന ആശംസകൾ നേരുന്നു. അദ്ദേഹത്തിന്റെ ദീർഘായുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. നന്ദി നരേന്ദ്രമോദിജി എന്ന് ട്വീറ്റിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി. സർക്കാർ മെഡിക്കൽ കോളേജിൽ ന്യൂറോ ഇന്റർവെൻഷൻ സംവിധാനം സജ്ജമായതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. രാജ്യത്ത് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ആദ്യമായാണ് ന്യൂറോളജി വിഭാഗത്തിന് കീഴിൽ ന്യൂറോ ഇന്റർവെൻഷൻ സംവിധാനം സജ്ജമാക്കിയത്. ശസ്ത്രക്രിയയ്ക്ക് പകരം ഉപയോഗിക്കാവുന്ന ഒരു ചികിത്സാ സംവിധാനമാണിതെന്ന് മന്ത്രി വ്യക്തമാക്കി. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഷവർമ കടകളിൽ വ്യാപക പരിശോധന. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ഷവർമ വിൽപ്പന നടത്തിയ 52 കടകളിൽ റെയ്ഡിന് പിന്നാലെ വിൽപ്പന നിർത്തിവെച്ചു. 164 സ്ഥാപനങ്ങൾക്ക് നോട്ടീസും നൽകിയിട്ടുണ്ട്. ശക്തമായ പരിശോധനകൾ ഇനിയും തുടരുമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിക്കുന്നത്. ചലച്ചിത്ര മിമിക്രി താരം കോട്ടയം സോമരാജ് അന്തരിച്ചു. 62 വയസ്സായിരുന്നു. പുതുപ്പള്ളിയിലെ വസതിയിൽ വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു അന്ത്യം. ചാനൽ കോമഡി താരമായി തിളങ്ങിയ സോമരാജ് ഏതാനും നാളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. പ്രശാന്ത് കിഷോറിന്റെ BJP അനുകൂല പ്രവചനങ്ങൾക്കെതിരെ RJD നേതാവ് തേജസ്വി യാദവ്. തെരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്നായപ്പോൾ BJP പ്രശാന്ത് കിഷോറിനെ ഇറക്കിയെന്നും പ്രശാന്ത് കിഷോർ BJPയുടെ ഏജന്റാണെന്നും പണം വാങ്ങിയിട്ടാണ് അദ്ദേഹം BJPക്ക് അനുകൂലമായി സംസാരിക്കുന്നതെന്നും തേജസ്വി യാദവ് പറഞ്ഞു. പ്രജ്വൽ രേവണ്ണയ്ക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. ചട്ടം ലംഘിച്ച് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ദുരുപയോഗം ചെയ്തതിന് കാരണം കാണിക്കണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ അനുമതി വാങ്ങാതെയാണ് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിച്ച് പ്രജ്വൽ ജർമ്മനിയിലേക്ക് കടന്നത്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ അഭ്യർത്ഥന ചർച്ച ചെയ്യരുതെന്ന് തമിഴ്നാട് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നത് സുപ്രീംകോടതി വിധിക്കെതിരാണെന്നും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് എഴുതിയ കത്തിൽ വ്യക്തമാക്കുന്നു. മഹാരാഷ്ട്രയിലെ ഡോംബിവലിയിൽ കെമിക്കൽ ഫാക്ടറിയിൽ ബോയിലർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ ഇന്നലെ 4 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതോടെ മരണസംഖ്യ 10 ഉയർന്നു. അപകടത്തിന് പിന്നാലെ ഒളിവിൽ പോയ കമ്പനി ഉടമ മാലതി പ്രദീപ് മെഹ്തയെ താനെ പോലീസ് നാസിക്കിൽ നിന്ന് പിടികൂടി. ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും.
കമ്പനിയുടെ ഉടമകൾക്കും ഡയറക്ടർമാർക്കുമെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് പോലീസ് കേസെടുത്തത്. 24 വർഷം മുമ്പത്തെ അപകീർത്തി പരാമർശ കേസിൽ സാമൂഹിക പ്രവർത്തക മേധ പട്കർ കുറ്റക്കാരിയെന്ന് കോടതി. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന വർഷങ്ങൾക്ക് മുമ്പ് നൽകിയ കേസിലാണ് നടപടി. 2 വർഷം വരെ തടവ് അല്ലെങ്കിൽ പിഴ, അതുമല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ലഭിക്കുന്ന കുറ്റങ്ങളാണ് മേധ ചെയ്തതായി കണ്ടെത്തിയിരിക്കുന്നത്. പാക് അധീന കശ്മീർ ഇന്ത്യയുടേതാണെന്നും ഇന്ത്യയുടേത് തന്നെ ആയിരിക്കുമെന്നും നമ്മളത് തിരിച്ചുപിടിക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ പാകിസ്ഥാന്റെ കയ്യിൽ ആറ്റം ബോംബ് ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഭയപ്പെടുത്തുകയാണെന്നും എന്നാൽ BJP ഒരു ബോംബിനെയും ഭയക്കുന്നില്ലെന്നും അമിത്ഷാ ജാർഖണ്ഡിലെ റാലിയിൽ പറഞ്ഞു. റാഫ നഗരത്തിലുള്ള ഷബൂറ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ തുടർച്ചയായി വ്യോമാക്രമണം നടത്തി. റാഫയിൽ ഇസ്രയേൽ സൈന്യം നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്ന് രാജ്യാന്തര കോടതി നിർദ്ദേശം നൽകിയതിനെ തൊട്ടുപിന്നാലെയായിരുന്നു ആക്രമണം. IPL-ലെ 2ാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസിന് 36 റൺസിനെ തകർത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഫൈനലിൽ. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് 50 റൺസ് എടുത്ത ഹെൻറിച്ച് ക്ലാസന്റെ മികവിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ രാജസ്ഥാന് 7 വിക്കറ്റ് നഷ്ടത്തിൽ 139 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 3 വിക്കറ്റ് നേടിയ ഷഹബാസ് അഹമ്മദും 2 വിക്കറ്റ് വീഴ്ത്തിയ അഭിഷേക് ശർമ്മയുമാണ് രാജസ്ഥാനെ എറിഞ്ഞു വീഴ്ത്തിയത്. ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ എതിരാളി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.